ന്യായാധിപന്മാർ അധ്യായം 13. ഇസ്രായേൽ മക്കൾ പിന്നെയും കർത്താവിന് അനിഷ്ടമായുള്ളത് ചെയ്തു. കർത്താവ് അവരെ 40 സംവത്സരത്തോളം ഫെലിസ്ത്യരുടെ കയ്യിൽ ഏൽപ്പിച്ചു. എന്നാൽ ദാൻ ഗോത്രത്തിലുള്ളവനായ സോര്യാദ്യനായ ഒരുവൻ ഉണ്ടായിരുന്നു. അവന് മനോഹ എന്ന് പേർ. അവന്റെ ഭാര്യ വന്ധ്യയായിരുന്നതിനാൽ പ്രസവിച്ചിരുന്നില്ല. ആ സ്ത്രീക്ക് കർത്താവിൻ്റെ ദൂതൻ പ്രത്യക്ഷനായി അവളോട് പറഞ്ഞത്, നീ വന്ധ്യയല്ലോ, പ്രസവിച്ചിട്ടുമില്ല. എങ്കിലും നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. ആകയാൽ നീ സൂക്ഷിച്ചുകൊള്ളുക, വീഞ്ഞും മദ്യവും കുടിക്കരുത്, അശുദ്ധമായതൊന്നും തിന്നുകയുമരുത്. നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും. അവൻ്റെ തലയിൽ ക്ഷൗരക്കത്തി തൊടുവിക്കരുത്. ബാലൻ ഗർഭം മുതൽ ദൈവത്തിന് നാസീരായിരിക്കും. അവൻ ഇസ്രായേലിനെ ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് രക്ഷിപ്പാൻ തുടങ്ങും. സ്ത്രീ ചെന്ന് ഭർത്താവിനോട് പറഞ്ഞു, ഒരു ദൈവപുരുഷൻ എൻ്റെ അടുക്കൽ വന്നു. അവൻ്റെ ആകൃതി ഒരു ദൈവദൂതൻ്റെ ആകൃതി പോലെയായിരുന്നു. ഞാൻ പരിഭ്രമിച്ചു. അവൻ എവിടെ നിന്നെന്ന് ഞാൻ അവനോട് ചോദിച്ചില്ല. തൻ്റെ പേർ അവൻ എന്നോട് പറഞ്ഞതും ഇല്ല. അവൻ എന്നോട്, നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും. ആകയാൽ നീ വീഞ്ഞും മദ്യവും കുടിക്കരുത്, അശുദ്ധമായതൊന്നും തിന്നുകയും അരുത്. ബാലൻ ഗർഭം മുതൽ ജീവപര്യന്തം ദൈവത്തിന് നാശീരായിരിക്കും എന്ന് പറഞ്ഞു. മനോഹ കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവേ, നീ അയച്ച ദൈവപുരുഷൻ വീണ്ടും ഞങ്ങളുടെ അടുക്കൽ വന്നു. ജനിപ്പാനിരിക്കുന്ന ബാലന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഉപദേശിച്ച് തരുമാറാകണമേ എന്ന് പറഞ്ഞു. ദൈവം മനോഹയുടെ പ്രാർത്ഥന കേട്ടു. ദൈവദൂതൻ വീണ്ടും അവളുടെ അടുക്കൽ വന്നു. അവൾ വയലിലിരിക്കുകയായിരുന്നു. അവളുടെ ഭർത്താവ് മനോഹ കൂടെ ഉണ്ടായിരുന്നില്ല. ഉടനെ ആ സ്ത്രീ ഓടിച്ചെന്ന് ഭർത്താവിനെ അറിയിച്ചു. അന്ന് എൻ്റെ അടുക്കൽ വന്ന ആൾ ഇതാ എനിക്ക് പ്രത്യക്ഷനായി വന്നിരിക്കുന്നു എന്ന് അവനോട് പറഞ്ഞു. മനോഹ ഉടനെ എഴുന്നേറ്റു ഭാര്യയോട് കൂടെ ചെന്നു ആ പുരുഷന്റെ അടുക്കലെത്തി. ഈ സ്ത്രീയോട് സംസാരിച്ച ആൾ അങ്ങോ എന്ന് അവനോട് ചോദിച്ചു. ഞാൻ തന്നെ എന്ന് അവൻ ഉത്തരം പറഞ്ഞു. മനോഹ അവനോട്, നിന്റെ വചനം നിവൃത്തിയാകുമ്പോൾ ബാലന്റെ കാര്യത്തിൽ ഞങ്ങൾ എങ്ങനെ ആചരിക്കണം? അവനെ സംബന്ധിച്ച് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. കർത്താവിൻ്റെ ദൂതൻ മനോഹയോട്, ഞാൻ സ്ത്രീയോട് പറഞ്ഞതെല്ലാം നീയും സൂക്ഷിച്ചു കൊള്ളണം. മുന്തിരിവള്ളിയിലുണ്ടാകുന്ന യാതൊന്നും നീ തിന്നരുത്, വീഞ്ഞും മദ്യവും കുടിക്കരുത്, അശുദ്ധമായതൊന്നും തിന്നുകയും അരുത്. ഞാൻ അവളോട് കൽപ്പിച്ചതൊക്കെയും നീയും ആചരിക്കണം എന്ന് പറഞ്ഞു. മനോഹ കർത്താവിൻ്റെ ദൂതനോട്, ഞങ്ങൾ ഒരു കോലാട്ടിൻകുട്ടിയെ നിനക്കായി പാകം ചെയ്യും വരെ നീ താമസിക്കണമെന്ന് പറഞ്ഞു. കർത്താവിൻ്റെ ദൂതൻ മനോഹയോട്, നീ എന്നെ താമസിപ്പിച്ചാലും ഞാൻ നിന്റെ ആഹാരം കഴിക്കുകയില്ല. ഒരു ഹോമയാഗം കഴിക്കുമെങ്കിൽ അത് കർത്താവിന് കഴിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. അവൻ കർത്താവിൻ്റെ ദൂതൻ എന്ന് മനോഹ അറിഞ്ഞിരുന്നില്ല.
മനോഹ കർത്താവിൻ്റെ ദൂതനോട്, നിന്റെ വചനം നിവൃത്തിയാകുമ്പോൾ ഞങ്ങൾ നിന്നെ ബഹുമാനിക്കേണ്ടതിന് നിന്റെ പേരെന്ത് എന്ന് ചോദിച്ചു. കർത്താവിൻ്റെ ദൂതൻ അവനോട്, എൻ്റെ പേർ ചോദിക്കുന്നത് എന്ത്? അത് സ്തുത്യമായത് എന്ന് പറഞ്ഞു. അങ്ങനെ മനോഹ ഒരു കോലാട്ടിൻ കുട്ടിയെയും ഭോജനയാഗത്തെയും കൊണ്ടുവന്ന് ഒരു പാറമേൽ കർത്താവിനെ യാഗം കഴിച്ച് സ്തുതിച്ചു. മനോഹയും ഭാര്യയും നോക്കിക്കൊണ്ടിരിക്കെ അവർ കണ്ടത് അഗ്നിജ്വാലയാഗപീഠത്തിന്മേൽ നിന്ന് ആകാശത്തിലേക്ക് പൊങ്ങിയപ്പോൾ കർത്താവിൻ്റെ ദൂതൻ യാഗപീഠത്തിൽ ജ്വാലയോടുകൂടെ കയറിപ്പോയി. മനോഹയും ഭാര്യയും കണ്ട് സാഷ്ടാംഗം വീണ് കർത്താവിൻ്റെ ദൂതൻ മനോഹയ്ക്കും ഭാര്യയ്ക്കും പിന്നെ പ്രത്യക്ഷനായില്ല. അങ്ങനെ അത് കർത്താവിൻ്റെ ദൂതൻ എന്ന് അവർ അറിഞ്ഞു. ദൈവത്തെ കണ്ടതുകൊണ്ട് നാം മരിച്ചു പോകും എന്ന് മനോഹ ഭാര്യയോട് പറഞ്ഞു. ഭാര്യ അവനോട്, നമ്മെ കൊല്ലുവാൻ കർത്താവിന് ഇഷ്ടമായിരുന്നു എങ്കിൽ അവൻ നമ്മുടെ കയ്യിൽ നിന്ന് ഹോമയാഗവും ഭോജനയാഗവും കൈക്കൊള്ളുകയോ ഇവ ഒക്കെയും നമുക്ക് കാണിച്ചു തരികയോ ഈ സമയത്ത് ഇതുപോലുള്ള കാര്യം നമ്മെ അറിയിക്കുകയോ ചെയ്യുകയില്ലായിരുന്നു എന്ന് പറഞ്ഞു. അനന്തരം സ്ത്രീ ഒരു മകനെ പ്രസവിച്ചു. അവന് ശിംശോൻ എന്ന് പേരിട്ടു. ബാലൻ വളർന്നു. കർത്താവ് അവനെ അനുഗ്രഹിച്ചു. സോരയ്ക്കും എക്സാരിനും മധ്യയുള്ള മഹനേദ്വാനിൽ വെച്ച് കർത്താവിൻ്റെ ആത്മാവ് അവനെ നടത്തുവാൻ തുടങ്ങി. ദൈവമേ, സ്തുതി, നിനക്ക് യോഗ്യമാകുന്നു. പാർക്കുമോ.